സഹകരണവും നമ്മളുടെ ഈ വടകര മുനിസിപ്പാലിറ്റിക്ക് MLA ഭാഗത്ത് കിട്ടുന്നില്ല. പ്രധാനപ്പെട്ട പരിപാടിക്കെല്ലാം MLA ക്ഷണിക്കാറുണ്ട്. കൊഞ്ചൻ രക്തസാക്ഷിത്വം അപ്പാടങ്ങ് കടപുഴകിപ്പോവും. വടകര MLA മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന LDF നേതാക്കൾ. സമീപ മണ്ഡലങ്ങളിലെല്ലാം വികസന മുന്നേറ്റമുണ്ടാകുമ്പോൾ വടകരയിൽ ഒന്നും ചെയ്യാൻ MLA തയ്യാറാവുന്നില്ലെന്നും പക്ഷപാതപരമായ നിലപാടും വികസനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് MLA എന്നും LDF നേതാക്കൾ പറഞ്ഞു. എല്ലാ പരിപാടികളിലും MLA ക്ഷണിക്കാറുണ്ടെന്നും പങ്കെടുക്കാറില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു. വടകരയിൽ മറ്റ് മണ്ഡലങ്ങളിൽ നടന്നതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിൽ മൊത്തം ഉണ്ടായിട്ടുള്ള ആ വികസനം നമ്മുടെ ഈ വടകര മണ്ഡലത്തിൽ എത്തി നോക്കിയിട്ടില്ല. അങ്ങനെ എത്തി നോക്കാതിരുന്നതിൻ്റെ കാരണം ഇവിടെയുള്ള MLAയുടെ ഈ രംഗത്തുള്ള പക്ഷപാതപരമായ അല്ലെങ്കിൽ വികസനത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ MLA സ്വീകരിച്ചത്. അപ്പം അതും കൂടി തുറന്ന് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത ഒരു ടേമിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തന്നെ അതിൻ്റെ തുടർ ഭരണം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ പലതും നടത്തിയിട്ടില്ല, ചാനലുകൾ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് കേരളീയ സമൂഹത്തിൻ്റെ ഒരു പൊതു വികാരമാണ്, ജനാഭിലാഷമാണ്. ആ ജനാഭിലാഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുണ്ട്, അതൊക്കെ കാര്യം പറയാം. പക്ഷേ പൊതുവെ ഒരു മൂന്നാം ഊഴം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുണ്ട് എന്ന് ഈ സമൂഹം വിലയിരുത്തി കഴിഞ്ഞു. അപ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ, ആ ഒരു വികാരത്തോട് അല്ലെങ്കിൽ ആ സംവിധാനത്തോട് ഒപ്പം നിൽക്കാൻ ഈ വടകരയ്ക്കും കഴിയണം എന്നാണ് ഈ ജാഥയിലും അവർക്ക് നേരത്തെ നടന്ന അപ്പോൾ 140 മണ്ഡലങ്ങളിലും മണ്ഡലം പ്രചരണ ജാഥകൾ നടന്നു. ആ ജാഥയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് തന്നെയാണ് വടകരയുടെ സമഗ്രമായ വികസനം. ഞാൻ ഒറ്റ കാര്യം പറയാം. കഴിഞ്ഞ നമ്മുടെ വടകര മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡോർ സ്റ്റേഡിയത്തിന് ആ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് അന്നത്തെ MLA സഖാവ് നാണുവേട്ടനാണ്. നാണുവേട്ടൻ്റെ ഒരു അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്ഥാനം ഉണ്ടായത്. നാണുവേട്ടൻ MLA സ്ഥാനത്ത് നിന്ന് മാറി. അത് പൂർത്തീകരിക്കാൻ വേണ്ടി വേണ്ടൊരു ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. ബാക്കി എല്ലാ പണിയും ഫ്ലോറിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. ആ ഫ്ലോറിങ്ങിൻ്റെ ഇപ്പോൾ MLAയുടെ ഭാഗത്ത് ഒരു സഹായവും കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഫ്ലോറിങ്ങിൻ്റെ പണി ഇപ്പം നടത്താൻ വേണ്ടി തീരുമാനിച്ചു, കടമെടുത്തിട്ട്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ മരവിച്ച് കിടക്കുന്ന ഒന്ന് ഈ നഗരസഭയും ഏതൊരു പ്രദേശത്തും ഈ നഗരസഭയും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളും അതിൻ്റെ ഭരണാധികാരികളും അതാത് MLAമാരും MP മാരും സഹകരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു പ്രദേശത്തിൻ്റെ വികസനം നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു സഹകരണവും നമ്മളുടെ ഈ വടകര മുനിസിപ്പാലിറ്റിക്ക് MLAയുടെ ഭാഗത്ത് കിട്ടുന്നില്ല. അക്കമിട്ട് പറയാൻ വേണ്ടി നമ്മളെടുത്തുണ്ട്, പക്ഷേ പറയുന്നുണ്ട് സമയത്ത് പറയാം. MLA മുനിസിപ്പാലിറ്റിയുടെ എല്ലാ പരിപാടികളിലും MLAയെ പങ്കെടുപ്പിക്കണം എന്നൊരിടത്തിൽ പറഞ്ഞിട്ടില്ല. ഒന്ന് മുനിസിപ്പാലിറ്റി എന്നൊരു സ്വതന്ത്ര ഏജൻസിയാണ്. മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഉദ്ഘാടനത്തിൽ അതുപോലെ മറ്റു പരിപാടിക്ക് അതിനാണ് അവിടുത്തെ ചെയർപേഴ്സൺ ഉള്ളത്. ആ ചെയർപേഴ്സണെ മാറ്റിയിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പരിപാടി, മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടിക്കെല്ലാം MLA ക്ഷണിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ മുനിസിപ്പൽ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചു. അന്ന് അവർ വന്നു, കുറേ കാര്യം അന്നാണ് ആകെ വന്ന അന്നാണ്. അതിനു മുമ്പ് പല പരിപാടിക്കും ക്ഷണിച്ച് അവർ വന്നിട്ടില്ല. എന്താണ് പ്രോട്ടോകോൾ അല്ല ഓർ പറഞ്ഞപ്പല്ല. MLA ഒരു സർക്കാർ ഉദ്ഘാടനം, ഒരു സർക്കാർ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം, അവിടെ പ്രോട്ടോകോൾ ഉണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ഉദ്ഘാടനത്തിൽ എന്ത് പ്രോട്ടോക്കോളാണ്? അല്ല, മുനിസിപ്പാലിറ്റിയുടെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം അവിടെ പ്രോട്ടോകോൾ പ്രകാരം ആരാണ് വേണ്ടത്? ഇവർ പറഞ്ഞാൽ പറയാം പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ പറയാം. പക്ഷേ ഒരു മണ്ഡലത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല, ഒരു MLA എന്നുള്ള നിലക്ക് ആ മണ്ഡലത്തിൻ്റെ വികസനത്തിനാവശ്യമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കി ഒരു കേരളത്തിലൊരു സർക്കാരുണ്ടെങ്കിൽ ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ സമീപിച്ച് അല്ലെങ്കിൽ മന്ത്രിമാരെ സമീപിച്ച് ആ പ്രോജക്റ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു MLA ചെയ്യേണ്ടത്. ആ കാര്യത്തിലാണ് MLA പരാജയപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും അവസാനമായി കേരള ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ
13 കോടി ഉറുപ്പ്യ പിന്നെ കുറ്റ്യാടി, 11 കോടി ഉറുപ്പ്യ പിന്നെ വിശിഷ്ടവും നന്നാവരത്തിന്. വടകരയിൽ ഗവൺമെൻറ് ബന്ധപ്പെട്ട് പ്ലാനിങ്ങിന് മുമ്പേ ബഡ്ജറ്റിന് മുമ്പേ ഇടപെട്ട് പറയാം, ബഡ്ജറ്റ് അവതരിക്ക് മുമ്പേ ഗവൺമെൻറ്റുമായി ഇടപെട്ടുകൊണ്ട് മാത്രമേ ഈ ബഡ്ജറ്റ് അത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ അവഗണനയല്ല. അല്ലല്ല, അങ്ങനെയല്ല കണ്ടത്. എന്തുകൊണ്ട് ഇടപെടുന്നില്ല? എന്തുകൊണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏത് പ്രൊജക്റ്റിനാണ് MLA ഒറ്റ ഏത് പ്രൊജക്റ്റിനാണ് ഗവൺമെൻറ് അനുമതി കൊടുക്കാത്തത്? നാണുവട്ടൻ അവിടെ MLA ആയിരുന്നപ്പോൾ ഒഞ്ചിയോ ഏറാമലയോ വടകര മുനിസിപ്പാലിറ്റി എന്നുള്ളൊരു വിവേചനവും ഇല്ലാതെ MLAയുടെ ഭാഗമായി വരുന്ന എല്ലാ ഫണ്ടും വലിയ രീതിയിൽ ഒരു വിവേചനമില്ലാതെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നാടിൻ്റെ മൊത്തം വികസനം കണ്ട് ആ വിശാലമായ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് നാട്. മുനിസിപ്പാലിറ്റിയിൽ എത്ര കോടി ഉറുപ്പിയാണ് നാണുവട്ടൻ്റെ ഭാഗമായിട്ട് വന്ന് ഈ MLA വന്നപ്പോൾ ഒരു പൈസ വടകര മുനിസിപ്പാലിറ്റി കൊടുക്കില്ല. എന്തിനത്? ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ട് 1000 കോടി ഉറുപ്പിയാണ് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ മുഖ്യമന്ത്രി ഗവൺമെൻറ്റിൻ്റെ ഓർഡർ എന്താ? അതാത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്ത് അവരിൽ നിന്ന് പ്രപ്പോസൽ വാങ്ങിക്കൊടുക്കണമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ 16 റോഡ് എഴുതി കൊടുത്തു. വടകര മുനിസിപ്പാലിറ്റി ആ 16 റോഡിൽ എത്ര എണ്ണം കൊടുത്തു? ഈ 16 ഒറ്റൊന്ന് കൊടുത്തു, ഒറ്റൊന്ന്. ബാക്കി 15 13 റോഡ് അവർക്കിഷ്ടമുള്ള കൊടുത്തു. ഇതാണോ സഹകരണം? എന്നിട്ട് അത് മാത്രമല്ല, ഈ റോഡ് ഇവർ കൊടുത്ത റോഡ് ഒന്ന് അവിടുത്തെ എൻജിനീയറിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടേതാണ്, MLAയുടേതല്ല. മുനിസിപ്പാലിറ്റിയാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്. രണ്ടാമത്തെ അതിലേക്കുള്ള ഇരട്ട നിയന്ത്രണം എന്ന് പറയുന്നത് MLAക്കല്ല, ആർക്കാ? മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർക്കുള്ള ഇങ്ങനെ വിട്ടുകിട്ടിയ ജീവനക്കാർക്ക് ഇരട്ട നിയന്ത്രണമുണ്ട്. ആ ഇരട്ട നിയന്ത്രണം ഒന്ന് അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക്, രണ്ടാമത്തെ ആർക്കാ? എഞ്ചിനീയർമാരുടെ രണ്ടാമത്തെ നിയന്ത്രണം ആർക്കാ? ഇരട്ട നിയന്ത്രണത്തിൽ രണ്ടാമത്തെ നിയന്ത്രണം ആർക്ക്? MLAക്കാണോ? MLAക്ക് നിയന്ത്രണാധികാരമുണ്ടോ? നിങ്ങൾ പറയാൻ സഹകരിക്കുന്നില്ല. MLA ഈ മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ MLAക്ക് രണ്ടാമത്തെ നിയന്ത്രണം ഉണ്ടോ? നിങ്ങളെന്താ പറയാത്തൊന്നും? നിങ്ങൾക്കെന്താ മറുപടി ഇല്ലാത്തത്? ആ രണ്ടാമത്തെ നിയന്ത്രണമില്ലാത്ത MLA ഈ എഞ്ചിനീയറിംഗ് കൂട്ടി എസ്റ്റിമേറ്റ് എടുക്കാൻ പോയി 4 CMDക്കാർ. അതാണോ ശരി? 4 CMDക്കാരെ കൂട്ടിയാ പോയത്, RMPക്കാരെ കൂട്ടി MLA. ഒരു സംഗതി, വളരെ കടലോരത്ത് വലിയ കടലാക്രമണം ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള എന്താ പറയുക കടൽ ഭിത്തി കെട്ടാൻ കണ്ടു. ഒരു കടൽ ഭിത്തി കെട്ടിയിട്ട് കൊണ്ടുവന്ന് പുറങ്കര ഒരു രക്തസാക്ഷി സ്തൂപമുണ്ട്, മുഞ്ചൻ രക്തസാക്ഷി സ്തൂപം. അതിൻ്റെ കുറേ ഇപ്പുറം കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി പറഞ്ഞോട്ട്. രണ്ടാമത് വീണ്ടും ഗവൺമെൻറ് കൊടുത്തു ഇപ്പുറത്തേക്ക്, അതിൻ്റെ അപ്പുറം 100 മീറ്റർ ആറ്റം വിട്ടിട്ട് അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് മാത്രം കെട്ടി തുടങ്ങും. കെട്ടിയില്ല, ഇപ്പം കെട്ടി തുടങ്ങും അവിടെ നിന്ന് അങ്ങോട്ട്. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ബാക്കി എല്ലായിടത്തും ഇത് തടയും. കടൽ ഭിത്തി എന്നാണെങ്കിൽ ഈ ഒഴിവ് വരുന്ന ഗ്യാപ്പ് കൂടി വലിയ രീതിയിൽ ശക്തമായ തിരമാലയും അടിച്ചു കയറി ഈ കൊഞ്ചൻ രക്തസാക്ഷി സ്തൂപം അപ്പാടങ്ങ് കടപുഴകിപ്പോവും. അതൊരു നല്ല സ്വദേശപരമായി ചെയ്യേണ്ട ഒരാളല്ല. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരാ പേരുമെല്ലാം പറഞ്ഞു വരുന്ന കക്ഷികളാണ് രസം. ഇവർ കമ്മ്യൂണിസത്തിൻ്റെ അപ്പോസ്തലന്മാരെന്നാണല്ലോ ഇവർ പറയുക. അല്ല മുനിസിപ്പൽ എഞ്ചിനീയർമാരല്ല, അത് മുനിസിപ്പാലിറ്റീൻ്റെ മാത്രം കടലിൻ്റെ MLA പറയുന്ന പോലെ കേട്ടിട്ടാണ് ഇപ്പുറം കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയത്. ഇറിഗേഷൻ ഉണ്ടാവും.
മുനിസിപ്പാലിറ്റി അല്ലല്ലോ, ഇറിഗേഷൻ്റെ നിയന്ത്രിക്കുന്ന മുനിസിപ്പാലിറ്റി അല്ല. ഇടക്കാലത്ത് കാലം തെറ്റി വന്ന മഴയും കാര്യമൊക്കെ വന്നുകൊണ്ട് ആ ഘട്ടത്തിൽ തുടരാനായില്ല. അതുകൊണ്ടിപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോഴേക്കാണ് മഴേൻ്റെ ഇതെല്ലാം പോയി. അപ്പോൾ അത്തരം റിപ്പയറും കാര്യമൊക്കെ നടത്തേണ്ട കാര്യങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ഇപ്പോൾ കളി പറഞ്ഞ കോരിയിട്ട കടച്ചിട്ട റോഡുണ്ടല്ലോ, ആ കടച്ചിട്ട റോഡ് നേരത്തെയുള്ള എസ്റ്റിമേറ്റാണ്. അത് റീതാറിങ്ങിനുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അത് പാസ്സാക്കി അതിൻ്റെ ASM TS എല്ലാം കിട്ടിയതാണ്. അത് ടെൻഡറും ചെയ്തു, അങ്ങനെയാണത് കളച്ചെടുത്തത്. പക്ഷേ അതിന് ശേഷം വന്നൊരു ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് GST വർദ്ധിപ്പിച്ചു, അതുപോലെ തന്നെ മറ്റ് ഈ താറിൻ്റെ കോസ്റ്റ് വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ എസ്റ്റിമേറ്റിൽ ഈ സാധനം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ അത് റിവൈസ് ചെയ്ത് മാത്രമേ ചെയ്യാൻ വേണ്ടി കഴിയൂ. അത് റിവൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു.